ഗോപാല, എന്താ സാർ? ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. ആ, രണ്ടുപേര് വന്നിരുന്നു. പത്രക്കാരാ. സാർ, 2 കത്തുണ്ടായിരുന്നു. ഊണ് വിളമ്പട്ടെ? വേണ്ട, ഞാൻ പുറത്തു കഴിച്ചു. പ്രിയപ്പെട്ട വിശ്വനാഥ, ഇനി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. തോമാച്ചന് വലിയ തിരക്കായിരിക്കും അല്ലേ? വേണ്ട, അവനെ ബുദ്ധിമുട്ടിക്കല്ല. മറ്റു തിരക്കൊന്നുമില്ലെങ്കിൽ നീ ഇവിടെ വരെ ഒന്ന് വരണം. സ്നേഹപൂർവ്വം, കൃഷ്ണൻ നമ്പ്യാർ. ഞാൻ വെറുതെ പറയല്ല, ഈസ് റിയലി സ്മാർട്ട്. He does everything. ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം. വിശ്വനാഥ സാറെ, ക്ലൈമാക്സ് കലക്കണം കേട്ടോ, നന്നായി. വിശ്വനാഥ, ഞാനിപ്പോ പറയാം. ഇവനായിരിക്കും അടുത്ത വർഷം മലയാള സിനിമയുടെ സൂപ്പർ ഡയറക്ടർ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, എന്റെ വലങ്കൈ, മിസ്റ്റർ വിശ്വനാഥൻ. തോമാച്ച, എന്നെ വിളിച്ചോ? ഇങ്ങോട്ട് വാടാ. ഇതാണ് മിസ്റ്റർ തോമസ് ജോ. തോമാച്ചന് ഞാൻ വിളിക്കും. ഇവനാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഇവരുടെ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങൾ പത്രക്കാർ വേണം വേണ്ട പബ്ലിസിറ്റി ഒക്കെ കൊടുക്കാൻ. എന്റെ പടത്തിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ പബ്ലിസിറ്റി വേണം. ഷോട്ട് റെഡി സാർ. ചെല്ലു വിശ്വ. സാറ് തന്നെ ആദ്യത്തെ ഷോട്ട് എടുക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. വേണ്ട വിശ്വ, ഞാൻ നിൽക്കുമ്പം നീ തന്നെ വേണം ആദ്യത്തെ ഷോട്ടിന് സ്റ്റാർട്ട് പറയാം. അത് കഴിഞ്ഞ് ഞാൻ പോവും. അല്ലെങ്കിൽ ഇവര് പത്രക്കാരെ എഴുതി പിടിപ്പിക്കും നീയല്ല ഞാനായി ഇത് സംവിധാനം ചെയ്തതെന്ന്. നന്നായി വരട്ടെ. ചെല്ലു. സാറ് തന്നെ ആദ്യത്തെ ക്ലാപ്പെങ്കിലും കൊടുക്കണം. ഓ, ആട്ടെ. സാർ, ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന സീനിനെ പറ്റിയാണെന്ന് പറയാം. സാറിന്റെ വൈഫ് മരിച്ചിരിക്കാം. സാർ ആകെപ്പാടെ എന്താ അസ്വസ്ഥനാണ്. അങ്ങനെ വിഷമിച്ചിട്ട് പതുക്കെ സാർ സിഗരറ്റ് മരിച്ചിട്ട് അങ്ങോട്ട് നടക്കും. അവിടെ ചെന്നിട്ട് സാർ തിരിയുമ്പോൾ സാറിന് ക്യാമറ ടൈറ്റ് ചെയ്തിരിക്കുന്നു. എടുക്കാം. സാർ എടുക്കാം. സാർ ക്യാമറ ആക്ഷൻ. ട്രോളി. ഓക്കെ, ഗുഡ് സർ. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓ, അവരങ്ങനെ പലതും പറയും. നീ ഇത് എത്ര കാലത്തേക്കെന്നും കരുതിയോ ഒന്നും ചെയ്യാതിരിക്കുന്നു? കഴിഞ്ഞതൊക്കെ മറന്നുകള വിശ്വ.
ഇന്നും നിന്റെ ഒരു പുതിയ പടം കാണാൻ ആളുകൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ? സിനിമാക്കാരന്റെ ഒക്കെ ജീവിതം ഒരു ഗ്ലാമറിന്റെ പുറത്താ, എത്ര കഴിവുള്ളവനാണെങ്കിലും. എന്ത് ചെയ്യുമ്പോഴും നാളെക്കുറിച്ചൊരു ഓർമ്മ വേണം. എന്നെ പോലെ ആവരുത്. എന്നാ നീ ഇനി പോയിക്കോ, ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്താമല്ലോ. നല്ലത് വരട്ടെ. ഞാൻ ഇറങ്ങാണ് ചേച്ചി. കാപ്പി കുടിക്കാതെയോ? കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ഒന്നും വേണ്ട. വാസനയുടെ ജോലിക്കാരും വല്ലതായോ? അപേക്ഷ അയക്കലും ഇന്റർവ്യൂ ഒക്കെ മുറയ്ക്ക് നടക്കുന്നു. കൃഷ്ണൻകുട്ടി അവിടെ പോയി? അവന്റെ കാര്യം ഓർക്കുമ്പോഴാ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്നേക്ക് 3 നാളായി. ഒക്കെ ശരിയാവും ചേച്ചി. ഇരിക്കട്ടെ. വേണ്ട വിശ്വ, നീ വരുമ്പോഴൊക്കെ ഇങ്ങനെ നിനക്കും ബുദ്ധിമുട്ടാണെന്നറിയാം. അതൊന്നും സാരമില്ല. സാറിന് ചികിത്സയ്ക്ക് ഒരു മുടക്കം വരത്തില്ല. പിന്നെ കൃഷ്ണൻകുട്ടി വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. പറയാ. വരട്ടെ. ആ. നീ എന്താ വിശ്വ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിരിക്കുന്നത്? ഒന്നുമില്ല. തോമാച്ച, താനാ നമ്പ്യാർ സാറിന് കാര്യമായിട്ടൊന്ന് സഹായിക്കണം. ഈ കാര്യമായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് സഹായിക്കാനാ? ഞാൻ അല്പ പരിങ്ങല്ല. തനിക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇത് നല്ല ചോദ്യം. നീ സംവിധാനം നിർത്തിയ പിന്നെ ഞാൻ എടുത്ത പടങ്ങളെല്ലാം പൊളിവ. ഞാൻ തന്റെ ബാനറിൽ സംവിധാനം ചെയ്ത 10 സിനിമകൾ തനിക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അതിൽ നിന്ന് ഒരു 50,000 രൂപ നമ്മളെ തൊഴിൽ പഠിപ്പിച്ച ഗുരുവിന് കൊടുത്താൽ എന്താ? അത് ശരി. ഞാൻ ഏതാണ്ട് ലക്ഷവും കോടിയും ഒക്കെ വാരിക്കൂട്ടിയെന്നാ നിന്റെ വിചാരം. ലാഭം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ലാഭത്തിന്റെ ഇരട്ടിയല്ലേ ചെലവ്. ഓരോ പടത്തിന് 8ഉം 10ഉം ലക്ഷം രൂപയാ ചെലവ് പബ്ലിസിറ്റിക്ക് വേണ്ടി. അതിന്റെയൊക്കെ കുറെ ഗുണം നിനക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ പേരിൽ ഒരു 50,000 രൂപ നമ്പ്യാർ സാറിന് അയച്ചു കൊടുക്കും. താൻ എനിക്ക് കടം തന്നാണെന്ന് വിചാരിച്ചാൽ മതി. കടമെന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു തരണമെന്നാണല്ലോ അതിന്റെ അർത്ഥം. നീ എവിടെ നിന്ന് തിരിച്ചു തരാനാ? ഞാൻ വരട്ടെ. നീ അവിടെ ഇരി വിശ്വ. ഞാൻ നീ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഒരു 50,000 രൂപ അയച്ചു കൊടുത്തു എന്ന് വെച്ചോ. അതുകൊണ്ട് അങ്ങേരുടെ കടം തീരുമോ? മോളുടെ കല്യാണം നടക്കുമോ? അതല്ലെങ്കിൽ ഇനിയും അങ്ങേര് 2 കാലം എഴുന്നേറ്റ് ഓടി നടക്കുമോ? ഇല്ലല്ലോ. മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം ആ കുടുംബം കരകയറാൻ. നീ വിചാരിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. എങ്ങനെ? നമ്പ്യാർ സാർ ഒരു പടം നിർമ്മിക്കട്ടെ. അങ്ങേരൊന്നും അറിയണ്ട, ഒറ്റ കാശും മുടക്കണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. വിതരണം മാത്രമേ എനിക്ക് തന്നാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, നീ സ്ക്രിപ്റ്റ് എഴുതണം, നീ തന്നെ സംവിധാനവും ചെയ്യണം. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ഇത് പണ്ട് എന്റെ അമ്മ പറഞ്ഞതുപോലെയാ, ആരാന്റെ പന്തലിൽ വേണം വിളമ്പ് കാണാനെന്ന്. ബാക്കിയുള്ളവനിവിടെ തല പോഞ്ഞും പിടിച്ചു പറിച്ചും തിരുമ്മി വെച്ചിരിക്കുന്ന 10 കാശെടുത്ത് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യണം പോലും. തോമാച്ച, ഈ തനിക്ക് മേലനങ്ങാൻ വയ്യ. എന്നിട്ട് അതിനൊരു സെന്റിമെന്റ്സിന്റെ മറയും. ഭാര്യ മരിച്ചതിൽ പിന്നെ എന്റെ ഭാവനയെല്ലാം മുരടിച്ചു പോയി. എഴുതാൻ വയ്യ, നിർത്തോ, സംവിധാനം ചെയ്യാൻ വയ്യ. നിർത്താൻ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങൾ പത്രക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. വിശ്വനാഥൻ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. അതെ. ആരാ നിർമ്മാതാവ്? കൃഷ്ണൻ നമ്പ്യാർ. കൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുമ്പം നമ്മുടെ പഴയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. അത് തന്നെ. കഥയെക്കുറിച്ച് എന്തെങ്കിലും സൂചന തരാൻ? ഒന്നും പറയാറായിട്ടില്ല. കഥാപാത്രങ്ങളെയെല്ലാം ഒന്ന് രൂപപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. ഏതായാലും പേര് ഞാനിട്ടു, രഥോത്സവം. നല്ല പേര്. താങ്ക് യു. പലപ്പോഴും പത്രക്കാർ ഞങ്ങൾ ചോദിച്ചിട്ടും
സാർ ഉത്തരം പറയാത്തൊരു ചോദ്യമുണ്ട്. അത് ഒന്നുകൂടെ ചോദിക്കുകയാണ്. സൂപ്പർ ഡയറക്ടറായ സാറ് 2 വർഷം മുമ്പ് പെട്ടെന്ന് ഫീൽഡിൽ നിന്ന് മാറിയിക്കാൻ കാരണം? വായനക്കാർക്കും അതറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. 2 വർഷം മുമ്പ് ആ അപകടത്തിൽ സാറിന്റെ ഭാര്യ മരിച്ചുകൊണ്ടല്ലേ? അതെ, അതിനുശേഷം മാനസികമായും ആകെ ഒരു പ്ലീസ്, നോ മോർ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. സോറി. ഒരു ചായ കൊണ്ട് നിർത്തിക്കളഞ്ഞെന്ന് വിചാരിക്കരുത്. നമുക്ക് വൈകിട്ട് കാസിനോയിൽ ഒന്ന് കൂടണം. അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. നല്ല പബ്ലിസിറ്റി കൊടുക്കണം. നിങ്ങൾ ഈ കാകി എന്നൊക്കെ എഴുതുന്നതാണ് നമ്മുടെ ഒരു വയറ്റിപ്പിഴപ്പ്. വിശ്വനാഥൻ സാറ് തിരിച്ചു വരുന്നത് ഇപ്പോഴത്തെ സൂപ്പർ ഡയറക്ടർ വിജയകുമാറിന് ഒരു ക്ഷീണമായിരിക്കുമല്ലോ. അവന്റെ ആപ്പീസ് പൂട്ടും. വിശ്വനാഥന്റെ പേര് കേൾക്കുമ്പോ അവന് പനിക്കും. മതിയടോ പരദൂഷണം. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഈ പടം നമ്മളൊരു വാരും. എന്റെ കർത്താവേ, മുഴിഞ്ഞു പോകത്തേ ഉള്ളൂ. അവന്റെയൊക്കെ ഒടുക്കത്തെ ഒരു... താൻ ആരായി പ്രാകുന്നേ? ആ പത്രക്കാര് കണ്ടില്ലേ? 5 എണ്ണം കൂടെ കുടിച്ചതിന്റെ ബില്ല് 2500 രൂപ. അവനൊന്നും പായിക്കണം എന്നുറങ്ങത്തില്ല. ഞാൻ ചങ്ക് പൊട്ടി ഉണ്ടാക്കിയ കാശ. പോയില്ലേ അവന്മാര്? പോവോ? പറഞ്ഞു വിട്ടു. അല്ല വിശ്വ, നീ ഇങ്ങനെ ഇരുന്നാലോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? തലയും കുത്തി വെക്കണോ? അല്ല, സ്ക്രിപ്റ്റ് എഴുതണ്ടേ? നാളെ രാവിലെ പോകാൻ തയ്യാറായിക്കോ. എവിടെ? കൊടൈക്കനാലിലേക്ക്. ചന്ദ്രനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെട്ട് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാകും. ഒന്നാന്തരം ഒരു ബംഗ്ലാവ് അവൻ അറേഞ്ച് ചെയ്തു തരും. കൊടൈക്കനാലിലെ ഒരു തണുപ്പും പ്രകൃതിയും ഒക്കെ കൂടുമ്പോ നിനക്ക് എഴുതാനൊരു മൂടും വരും. ഇവിടെ ഇരുന്ന, പ്രത്യേകിച്ച് നിന്റെ വീട്ടിലിരുന്ന ലക്ഷ്മിയെ കുറിച്ചൊക്കെ നീ ഓർക്കും. ഗുഡ് മോർണിംഗ് വിശ്വനാഥൻ. ഗുഡ് മോർണിംഗ്. ഐ ആം ചന്ദ്രൻ. അറിയാം. വരൂ. എന്താ വണ്ടി വഴി വല്ലതും കടന്നുപോയോ? ഇല്ല. തോമാച്ചൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് രാത്രി തന്നെ എത്തേണ്ടതായിരുന്നല്ലോ. രാത്രി തന്നെ എത്തിയതാണ്. പിന്നെ നിങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എവിടെ കിടന്നു? വഴിയില് വണ്ടി ലോക്ക് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. മൈ ഗോഡ്, ഈ കൊടും തണുപ്പത്തോ? ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയപ്പോ 2-2:30 മണിയായി. ഇത് ഭയങ്കര ബോറായി പോയി കേട്ടോ. സാരമില്ലെന്നേ. ആ, വിശനിരിക്കും. ഞാൻ പോയി മറ്റേ വീടിന്റെ കീ എടുത്തോണ്ട് വരാം. അധികം ദൂരമുണ്ടോ? 1-1.5 കിലോമീറ്ററേ ഉള്ളൂ. അമ്മേ, നമ്മളെ ആളെത്തി കേട്ടോ. ചായ. ചന്ദ്രന്റെ അമ്മയാ. മനസ്സിലായി. മേനോ സാറില്ലേ? മോർണിംഗ് വാക്കിന് പോയിരിക്കുക. യാത്രയൊക്കെ സുഖമായിരുന്നു. ഓ,
ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാന്റാസ്റ്റിക്. വരൂ. എങ്ങനെയുണ്ട്? നൈസ്, വെരി നൈസ്. എനിക്കറിയാം ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾ എഴുത്തുകാർക്കും സിനിമാക്കാർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാലേ മൂട് വരികയുള്ളൂ. എനിക്കാണെങ്കിൽ ഇതൊക്കെ വിറ്റുപറിക്ക് വല്ല മദ്രാസിലോ ബാംഗ്ലൂരിലോ പോയാൽ മതിയെന്ന. എന്ത് ചെയ്യാം, അച്ഛൻ സമ്മതിക്കണ്ടേ? മിസ്റ്റർ ചന്ദ്രൻ പാടുവോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതൊക്കെ ഒരു ഫാഷൻ വേണ്ടി എടുത്തു വെച്ചായിരിക്കും അല്ലേ? അല്ല, ഒക്കെ ഹരിയുടേതാ. കോളേജ് അടച്ചാ പിന്നെ അവൻ ഇവിടെയാ. ഓണും കാപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സംഗീതത്തിനോട് ഒരു തരം ഡിവോഷൻ പോലെ. ആരായി ഹരി? അത് ഐ എം സോറി, അതൊരു കഥയാണ്. സൗകര്യം പോലെ പിന്നീട് ഞാൻ പറയാം. ആ, വിശ്വാസം വിളിച്ച് ഫ്രഷാ. വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ. അജൽ